നെക്സ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണ് AI? One doubt is there, Shabu. Can we make app using smartphone? From Pranav P. Nair. Shabu, is it clear? Can we make app using smartphone? നമുക്ക് ആക്ച്വലി ഐഡിയസ് ഉണ്ട്. ഇപ്പൊ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് യൂസ് നമ്മൾ ഫുൾ ഡെവലപ്മെന്റിന് എന്തായാലും ലാപ്പോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ലിമിറ്റേഷൻസ് ഉണ്ടെന്നല്ലേ? അതെ. ഓക്കെ, യു മേ ക്യാരി ഓൺ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഇത് നമ്മുടെ എന്താണ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒരു സിമുലേഷൻ ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ കുറെ സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ട് ഒരു മെഷീനെ നമ്മൾ പഠിപ്പിച്ചെടുക്കും. അപ്പൊ കുറച്ച് ഡോഗ്സിന്റെ ഫോട്ടോസ്, കുറെ ഫോട്ടോസ് നമ്മൾ ഇവരെന്ത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കും. അത് ഡോഗ് ആണ്, അല്ലെങ്കിൽ കുറെ ക്യാറ്റ്സിന്റെ ഫോട്ടോസ് കൊടുക്കും, എന്നിട്ട് ഇത് ക്യാറ്റ് ആണ് എന്ന് അവരെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ നമ്മളെ പോലെ ചിന്തിക്കാനും പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഇമേജസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇത് നമ്മൾ മേക്ക് ചെയ്തെടുക്കുകയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യന്റെ ഒരു ഇന്റലിജൻസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു മെഷീൻ വഴി നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ അതിന് എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സെർച്ച് ചെയ്യുന്നു, ഇപ്പൊ ഒരു ക്യാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാറ്റ്സ് കിട്ടുന്നു. ഇതെന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് വോയിസ് വഴി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നമുക്ക് ഡാറ്റാസ് എടുക്കും. അത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. പിന്നെ അതുപോലെ ഫേസ് റെക്കഗ്നിഷൻ. നമ്മളൊരു ഫേസ് കാണിച്ചിട്ട് ഇപ്പൊ കുറെ ഫേസസ് ഒരുപോലെ ഇപ്പൊ ഒരാളുടെ ഫോട്ടോസ്, പല ടൈപ്പ് ഫോട്ടോസ് കാണിച്ച് ഈ ഒരു മെഷീനിന് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, എന്നിട്ട് വേറെ ആൾക്കാർ വേറെ കുറെ ഫോട്ടോസ്, അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ ആ മെഷീൻ അത് ഐഡന്റിഫൈ ചെയ്ത് പറയും, ആ ഇത് ഇന്ന ആളാണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറെ ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ കുറെ ഡാറ്റ സെറ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തു, എന്നിട്ട് കുറെ ഫോട്ടോസ് അല്ലെങ്കിൽ കുറെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ടെസ്റ്റ് ചെയ്ത് അത് നമ്മൾ നോക്കും. ട്രെയിൻ ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഡിഫറെന്റ് നാരോ എ ഉണ്ട് അല്ലെങ്കിൽ ജനറൽ എ ഉണ്ട്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നാരോ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് ഹ്യൂമണിനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ജനറേറ്റ് ചെയ്യുന്നതാണ് ജനറൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വോയിസ് അസിസ്റ്റൻസ്, ഈ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, ഇതെല്ലാം എക്സാമ്പിൾ ആണ്. അതുപോലെ ഇമേജ് റെക്കഗ്നിഷന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ലോക്ക് ഒക്കെ യൂസ് ചെയ്ത് സ്മാർട്ട് ഫോണിൽ നമ്മൾ ഫേസ് ലോക്ക് യൂസ് ചെയ്യുന്നതെല്ലാം എന്താണ്, ഇമേജ് റെക്കഗ്നിഷന് ഉള്ളതാണ്. അതുപോലെ റെക്കമെൻഡേഷൻ എൻജിൻസ്, ഇപ്പോ ആമസോൺ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ്, നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെക്കമെൻഡേഷൻസ് കാണിക്കും. ഓക്കെ, അതെല്ലാം AI വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോ എന്തെങ്കിലും ഇത് എന്താ പറയാ,
എക്സ്റേസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഡയഗ്നോസിസ് വരില്ലേ, സ്കാനിങ്, ഇപ്പോ നമ്മൾ ട്യൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ, ഇതെല്ലാം ആണോന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, AI ഒരിത് വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് സൈറ്റ് കാണിച്ചിട്ട് ടീച്ചബിൾ മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് ഇമേജ്, കുറെ ഇമേജസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇമേജ് ക്ലാസിഫയർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഇമേജ് പ്രൊജക്ട് എടുത്തു, അതിൽ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫയേഴ്സ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോ ക്യാം വെച്ചിട്ട് വെബ് ക്യാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹോൾഡ് ചെയ്താല് കുറെ ഫ്രെയിംസ്, നമ്മുടെ വീഡിയോന്റെ കുറെ ഫ്രെയിംസ് അതിലുണ്ടാവും, സ്റ്റോർ ആവും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ക്ലാസിഫയർ ഇത് ഹോൾഡ് ചെയ്താല് കുറെ ഫ്രെയിംസ് സ്റ്റോർ ആവും. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ട്രെയിനിങ് മോഡൽ കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു. അപ്പൊ ഡിഫറെന്റ് ഇതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, ഒന്ന് എന്റെ ഇമേജ് ഉള്ളത്, അതുപോലെ ആ ഒരു പോർഷൻ ഇല്ലാത്തത്, രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ആ മോഡലിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ ക്ലാസ് 1 എന്റെ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോ എന്തായി, ക്ലാസ് 1 ആയി കൂടുതലായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഈ ഒരു സൈഡ് ആയപ്പോഴേക്കും ക്ലാസ് 2 ആയി അത് ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെഷീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. ഒരുപാട് ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ മോഡലുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് തമ്മിൽ കമ്പയർ ചെയ്യും, രണ്ട് ഡിഫറെന്റ് ക്ലാസിഫയേഴ്സ് ആയിട്ട്. എന്നിട്ട് ഒരു ഔട്ട്പുട്ട് കാണിക്കും, ഒരു ടെസ്റ്റ് ഡാറ്റ കാണിക്കും. അപ്പൊ ആ ഡാറ്റ വെച്ചിട്ട് അതെന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും ഏത് ക്ലാസിഫയറിലാണ് ഈ ഇമേജ് വരുന്നതെന്നുള്ളത്. ഇതൊരു എക്സാമ്പിൾ ആണ് സൈറ്റ്. ഓക്കെ, പിന്നെ നമ്മള് ഈ മെഷീൻ ലേണിംഗ് ലൈബ്രറീസ് ഉണ്ട് ഇഷ്ടംപോലെ, കുറെ ലൈബ്രറീസ് ഉണ്ട് ഡിഫറെന്റ് ഏരിയാസിൽ യൂസ് ചെയ്യുന്നത്. പാണ്ടാസ്, നംപൈ, ടെൻസർ ഫ്ലോ, ക്യാരാസ്, മാറ്റ് പ്ലോട്ട് ലിബ്, ഇതെല്ലാം ഡിഫറെന്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോ മാറ്റ് പ്ലോട്ട് ലിബ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പാണ്ടാസ്, നംപൈ ഒക്കെ നമ്മൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ വെബ് സ്ക്രാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതുണ്ട്. ബ്യൂട്ടിഫുൾ സോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, വെബ് സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് വെബ് സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം ഡിഫറെന്റ് ഏരിയാസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ്, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AI ഇതാക്കുന്നുണ്ട്. അതായത് പ്രെഡിക്റ്റ്, ഇപ്പോ ML നമ്മള് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാല് കുറെ ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ലേൺ ചെയ്യുന്നു. അതാണ് മെഷീൻ ലേണിംഗ്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, കുറെ നമ്മൾ ഡാറ്റാസ് കൊടുത്തു, അതായത് കുറെ ഇമേജസ് കൊടുത്തു, അതിൽ നിന്ന് എന്ത് ചെയ്തു, മെഷീൻ ലേൺ ചെയ്തു. ഓക്കെ, ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പാണ്, അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. ഇപ്പൊ ഫേസ് റെക്കഗ്നിഷൻ, സെൽഫ് ഡ്രൈവിംഗ് കാർ, അതെല്ലാം എന്താണ്, ഡീപ്പ് ലേണിംഗ് ആണ്. ഇപ്പൊ ML ആണെങ്കിൽ പ്രെഡിക്റ്റിംഗ് പ്രൈസസ്, നമ്മുടെ സ്പാം ഇമെയിൽസ് ഇല്ലേ അത് ഡിറ്റക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മള് യൂട്യൂബിലൊക്കെ റെക്കമെൻഡേഷൻ വരുന്നത്, അതെല്ലാം മെഷീൻ ലേണിംഗ് ഇതിൽ വരുന്നതാണ്. NLPയില് നമുക്കിപ്പോ വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷൻ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇതെല്ലാം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. പിന്നെ റോബോട്ടിക്സും അതറിയാലോ, നമ്മൾ ഹാർഡ്വെയർ വിത്ത് ഹാർഡ്വെയർ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ AI ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഒരു ഹാർഡ്വെയറിലേക്ക് കൊടുക്കുന്നതാണ് റോബോട്ടിക്സ് ഇതിൽ വരുന്നത്. പേയുടെ എക്സാമ്പിൾ പറയുന്നതാണ് ഡോഗ്. ഞാനിപ്പോ കാണിച്ചത് ക്യാറ്റിനെ നമ്മൾ ഗൂഗിൾസിൽ സെർച്ച് ചെയ്തു. അപ്പൊ നമ്മൾ ആ ക്യാറ്റിനെ അവര് കാണിച്ചു തരുന്നത് എന്താണ്,
അത് ഒരു എയുടെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഗൂഗിൾ അസിസ്റ്റന്റ്, വോയിസ് അസിസ്റ്റൻസുകൾ, അതെന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ, അതും നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു പ്രത്യേക മുമ്പുള്ള ഒരു സ്പാമും പ്രത്യേക കീവേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വരുന്ന ഒരു മെയില് ഐഡന്റിഫൈ ചെയ്ത് അതിനെ സ്പാമിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്തത് വെച്ചിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻസ് കാണിച്ചു തരും. പിന്നെ ഗൂഗിൾ മാപ്സ് ട്രാഫിക് പ്രഡിക്ഷൻ, നമുക്ക് ട്രാഫിക് ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഫാസ്റ്റർ റൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, റിയൽ ടൈം ആയിട്ട് AI കാണിച്ചു തരും. ഓക്കെ, പിന്നെ ആമസോണിലെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ചാറ്റ് ബോട്ട്സ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, AI എക്സാമ്പിൾസ് ആണ്. വിഷ്വൽ സെർച്ച്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പോയിന്റ് ഓഫ് സെയിൽ, പോസ് മെഷീൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പല ടൈപ്പ് ഇതുണ്ട്. നമ്മളിപ്പോ കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ കസ്റ്റമേഴ്സ്, എന്തൊക്കെ സാധനങ്ങളാണ് കസ്റ്റമേഴ്സ് വാങ്ങുന്നത്, കൂടുതലായിട്ട് വാങ്ങുന്നത്, അത് വെച്ചിട്ട്. അതുപോലെ വോയിസ് ബേസ്ഡ് ബില്ലിംഗ് കൊണ്ടുവരാൻ പറ്റും. നമുക്കിപ്പോ എന്താ, വോയിസിലൂടെ തന്നെ നമുക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഇന്ന സാധനങ്ങൾ ഇത്ര, ആ ക്വാണ്ടിറ്റി ഇത്ര പറഞ്ഞു കഴിയുമ്പോ തന്നെ ആ ഒരു ബില്ലിംഗ് ഇത് നമുക്ക് വോയിസ് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഇപ്പോ ഒരു ഇപ്പൊ നോർമലി ഒരു കസ്റ്റമർ 5000 അല്ലെങ്കിൽ 500 to 1000 ആണ് നോർമലി പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു ബില്ല് അയാൾക്ക് ഒരു 20,000 രൂപ വന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അവിടെ അബ്നോർമലി ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയാ, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിവ്യൂ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ AI ഫീൽഡിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ റവന്യൂ, മുമ്പത്തെ ഇപ്പൊ ഒക്ടോബറിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നവംബർ അല്ലെങ്കിൽ ഡിസംബറിലെ റവന്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ നമ്മുടെ അടുത്തുള്ളതിൽ നിന്ന് റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോഫ്റ്റ്വെയർസ്, ഇപ്പൊ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ ഇതെല്ലാം ERP സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പോർഷൻ നമ്മുടെ ടീം മെമ്പറായ സഫരിയ എടുക്കും. ഹലോ, ഗുഡ് ഈവനിങ്. സോ എൻ്റെ പേര് സഫരിയ. എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്തത് പൈത്തൺ അല്ലെങ്കിൽ AI ഇൻട്രസ്റ്റഡ് ഉള്ളതുകൊണ്ടാണ്. സോ ഇവിടെ നമ്മൾ പൈത്തന്റെ ബേസിക്സ് നോക്കി. ജസ്റ്റ് ഒരു പ്രൈമറി പാർട്ട്, എന്താണ് പൈത്തൺ, എന്തിനാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചു. സോ നമ്മളോട് എല്ലാവരും പറയും കോഡിങ് ചെയ്യുന്നുണ്ട്, ഞാൻ ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, നമ്മളോട് എല്ലാവരും പറയാറുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു കോഡ് എഴുതുന്നത്, ഒരു ലൈൻ ഓഫ് കോഡ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ്, നമുക്കൊരു ഇൻസ്റ്റഗ്രാം എടുക്കുക, അല്ലെങ്കിൽ ഒരു പിൻട്രസ്റ്റ്, സ്പോട്ടിഫൈ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ്. നമ്മളൊരു കണ്ടന്റ് സെർച്ച് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഒരു ആനിമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോസ് നമുക്ക് വരും. പിന്നെ നമ്മളൊരു ആപ്പ് അത് തന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും നമുക്ക് പിന്നെ വരുന്നത്. സോ നമ്മുടെ ഫീഡിലുള്ളത് നമ്മൾ നേരത്തെ പ്രീവിയസ്ലി നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു കണ്ടന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ ഫീഡിൽ സജഷൻസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ്സ് ഓൾ വർക്കിംഗ്. എങ്ങനെയാണ്, ഹൗ ഇറ്റ്സ് ഓൾ വർക്കിംഗ്, എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്?
നമ്മുടെ കോഡിംഗ് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പൈത്തൺ മാത്രമല്ല, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ബട്ട് നമ്മുടെ ഈ പൈത്തൺ നിന്നിട്ട് എന്തുകൊണ്ടാണ് പൈത്തൺ വേറെ ലാംഗ്വേജസ്, നിങ്ങൾ ജാവ എന്ന് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ C++. സോ ഈ ലാംഗ്വേജസിൽ നിന്നിട്ട് എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട്, എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്? നമുക്കറിയാം, ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും നമ്മുടെ പൈത്തൺ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് തന്നെയാണ് നമ്മൾ പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി, എന്താണ് കോഡിംഗ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം. സോ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനി ഒരു 12 years എക്സ്പീരിയൻസ്ഡ് കമ്പനിയാണ്. നമ്മുടെ കമ്പനി എലിക്സ് സോഫ്റ്റ്വെയർ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്ട്സ് ആണ്, മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആണ്. സോ നമ്മുടെ കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് UAE-യിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒമാൻ, ഖത്തർ, തലശ്ശേരി, ബഹ്റൈൻ, ഇവിടെയൊക്കെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. സോ എലിക്സ് ലേണിംഗ് ഹബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ എലിക്സ് ലേണിംഗ് ഹബില് നമുക്കൊരു കോഡിങ്ങിന്റെ, ഈവൻ കോഴ്സിന്റെ, നമ്മുടെ കോഡിങ്ങിന്റെ ഒരു ബിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ കൂടി നമ്മൾ കോഡിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 4 month ക്ലാസ്സസിൽ പ്രൊവൈഡ് ചെയ്യും. ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എൻവയോൺമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു കമ്പനിയിൽ നമ്മളൊരു ജൂനിയർ വെബ് ഡെവലപ്പർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. നമ്മൾ അവിടെ പോകുന്നു, പ്ലേസ്മെന്റ് എങ്ങനെയോ നമുക്ക് കിട്ടുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുന്നു, നമുക്ക് സ്കില്ലില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. സോ എങ്ങനെയാണ് ഒരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ഒരു 4 month നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 4 month ഫസ്റ്റ് 3 month എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ക്ലാസ്സസ് ആയിരിക്കും. സോ ലാസ്റ്റ് 1 month എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോജക്ട് ക്രിയേഷനിലായിരിക്കും. ഈ പ്രോജക്ട് ക്രിയേഷനിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ കമ്പനിയിൽ ക്ലയൻസിന്റെ പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടോപ്പ് പെർഫോമേഴ്സിനായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്നിട്ട്. പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ സ്റ്റൈഫൻസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മുടെ ലൈവ് പ്രോജക്റ്റിൽ നമ്മൾ അസൈൻമെന്റ്സ് ചെയ്തു തരുന്ന, നമുക്ക് വർക്ക് ചെയ്ത് തരുന്ന ആ ഒരു സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റൈഫൻഡ് കൊടുക്കുന്നതായിരിക്കും. അത് ടോപ്പ് പെർഫോമേഴ്സ് ആയിരിക്കണം. സോ എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രീലാൻസർ ആയിട്ട്, നമ്മൾ സ്റ്റഡിങ്ങിന് ശേഷം ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്പനി എൻവയോൺമെന്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഇതൊക്കെ നമ്മളെല്ലാവരും മെന്ററിംഗ് വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു 0 അല്ലെങ്കിൽ ഒരു ആവറേജ് കോഡറിൽ നിന്നിട്ട് എങ്ങനെ നിങ്ങളൊരു അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ പ്രോ കോഡർ ആയിട്ട് എങ്ങനെ നിങ്ങളാക്കാം എന്ന് നമ്മൾ നിങ്ങൾക്ക് മെന്റർ ചെയ്ത് തരും. സോ ഇൻക്രീസ് ദ കോഡിംഗ് സ്കിൽസ്. അതുപോലെ തന്നെ എങ്ങനെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് മാത്രം കാര്യമില്ല, നമ്മൾ ഒരു ക്ലയന്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണണം അതെങ്ങനെയാണ്. സോ ഡിപ്ലോയ്മെന്റ്. സോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഡിപ്ലോയ്മെന്റ് വരെയുള്ള എല്ലാ സ്റ്റെപ്സും, എല്ലാ ക്രിയേഷൻസും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെ ഒരു 4 month കോഴ്സ് കൊണ്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മുടെ കറണ്ട് കോഴ്സസ് വരുന്നത് പൈത്തൺ, ജാങ്കോ, ആംഗുലർ ആൻഡ് ഫ്ലിക്കർ. അപ്കമിംഗ് കോഴ്സസ് റിയാക്ട്, മേൺ, നോഡ് ആൻഡ് AI. സോ ഇതൊരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ആണ്, എസ്പെഷ്യലി ബിഗിനേഴ്സിന്. സോ യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹായ് ഓൾ, നല്ല സിമ്പിൾ ആയിട്ട് മിസ് ഷബാനത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട്, അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അപ്പൊ ഏതൊരു ബിഗിനേഴ്സിനും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ആ ഒരു ക്ലാസ് വാച്ച് ചെയ്തതിൽ തന്നെ മനസ്സിലാക്കാം അല്ലെ. അപ്പോ ആ ഒരു രീതിയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ബേസിക് ഇല്ലാത്ത ആളുകൾക്ക് പോലും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പാർട്ടാണല്ലോ നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തില് ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 4 months കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതില് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട്
മീൻസ് പെർഫോമൻസ് നോക്കി 3 മന്ത്സ് കംപ്ലീറ്റ് ആയി 4th മന്ത്സിൽ കമ്പനി പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത ആളുകളെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് വെച്ചാല് ഒരു പഠിക്കുന്ന ഒരാൾക്ക്, അതായത് ഒരു കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ഇൻഡസ്ട്രിയിൽ റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ, അതായത് ഇൻഡസ്ട്രിയിൽ റണ്ണിങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കിട്ടും ഈ ദ ബെസ്റ്റ് പെർഫോമർ ആണെങ്കിൽ. ആ കൂടെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. അത് നമുക്ക് ഭാവിയിൽ ജോബ് സീക്കിങ്ങിനൊക്കെ നല്ല യൂസ്ഫുള്ളും ആയിരിക്കും അല്ലെ? അതെ. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. ഓരോ കോഴ്സ് ഏതിലേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ, അതായത് ഇന്ന പാർട്ടിലേക്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ല ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ജോബിലേക്ക് സെറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൗകര്യമുള്ള, അതായത് നമ്മളെ ഡെവലപ്മെന്റ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉള്ള കോഴ്സാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എലിക്സിസ് സോഫ്റ്റ്വെയർസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. നമുക്ക് നമ്പർ ഓഫ് റീജിയൻസിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. കമ്പനി 12 years ആയിട്ട് റണ്ണിങ് ആണ്. നമുക്ക് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഡെവലപ്പിങ്ങും ന്യൂ പ്രൊഡക്ട്സ് പിന്നെ ഡെവലപ്മെന്റ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്ഡേഷനും ഒരുപാട് 1000+ കസ്റ്റമേഴ്സ് ഓരോ റീജിയൻസിലും ഉണ്ട്. അപ്പൊ റിക്വയർമെന്റിനനുസരിച്ച് നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഓരോരുത്തർ സംസാരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഹലോ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സഫ്രീന, റഹ്മ, റേച്ചൽ, കുഞ്ഞി മുഹമ്മദ്. ഹലോ. പറയൂ. ഹലോ, കുഞ്ഞു മുഹമ്മദാണ്. ഞാൻ സോറി, ഞാൻ ലിങ്കിൽ ഇപ്പൊ അറിയുള്ളൂ. ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് നിങ്ങളെ കോഴ്സിന്റെ കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് കിട്ടിയില്ല, എന്താന്ന് മനസ്സിലായില്ല. നിങ്ങൾ ജസ്റ്റ് സംസാരം തുടങ്ങിയപ്പോഴേ ഞാനോട് ലിങ്കിൽ കാര്യമുള്ളൂ. അപ്പൊ ഒന്നും കൂടി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, നമ്മൾ 4 മണിക്ക് ശരിക്കും ഈ 4 മണിക്കാണ് ക്ലാസ്സസ് നല്ല ബേസിക് ആയ കാര്യങ്ങൾ കൊടുത്തു. നമ്മളെ ടീം നല്ല കാര്യങ്ങൾ കൊടുത്തു. അപ്പൊ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഷബു, ഷോർട്ടായിട്ട് ഒന്ന് അത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ ആദ്യമിനോട് പറയായിരുന്നു ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ എടുത്തത് എന്താന്ന് വെച്ചാൽ മെയിൻലി പൈത്തൺ ബേസിക്സ്, ജാങ്കോ, വെബ് ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ജാങ്കോ, അതുപോലെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു പുതിയൊരു ലേണിംഗ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമുക്ക് 12+ years എക്സ്പീരിയൻസ് ഉണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ. ഇത് പുറത്താണ് കമ്പനീസ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. അബുദാബി, ഒമാൻ, പിന്നെ ഇന്ത്യയില് അങ്ങനെ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കലൂര് ഒരു ലേണിംഗ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലട്ടർ, ജാങ്കോ, അതുപോലെ ആംഗുലാർ. ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ പുതിയ കോഴ്സസ് ആഡ് ചെയ്യുന്നുണ്ട്.
മേൺ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് നമ്മൾ പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ പഠിപ്പിച്ച സ്റ്റുഡൻസിൽ നിന്ന് നല്ല സ്കിൽഡ് ആയിട്ടുള്ളവരെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളുടെ ഏതെങ്കിലും കോഴ്സസിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ. അതെ, ഇനി വൈൻഡപ്പ് ചെയ്യാലോ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ, നമ്മളെ വാട്സപ്പ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആളല്ലേ നിങ്ങൾ? ഓൾറെഡി ലേണിംഗ് ഹബിന്റെ ഗ്രൂപ്പിൽ ജോയിന്റ് ആയതല്ലേ കുഞ്ഞി മുഹമ്മദ്? ഇല്ല. ക്ലിയർ ആയില്ല. കോണ്ടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് പിന്നെ ചാറ്റിൽ പേഴ്സണൽ അയക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ ഒന്ന് ഇവിടെ ഷെയർ ചെയ്താൽ മതി. ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മിസ് സഫറിയ ഷെയർ ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് ആ കോണ്ടാക്ട് നമ്പർ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. സോറി, ലെഫ്റ്റ് ചെയ്ത. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ടീം, താങ്ക് യു. പിന്നെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം.